പുറത്തിറങ്ങില്ലേ? കോലായ്മ ഒന്ന് വന്നിരിക്കട്ടെ. മുഖമൊക്കെ നല്ല തിളക്കായി പോകും. എന്തൊക്കെയുണ്ട് അറിയില്ലേ? ആറിന് അപ്പൊ ഞാൻ അതില് ഒരുപോലെ ഉണ്ടാവില്ലേ? പുറത്തിറങ്ങിയത് കാണാനായിട്ടൊരു സുഖല്ലേ? അതാണ് പുറത്തിറങ്ങാതെ എത്ര ആൾക്കാര് പ്രാർത്ഥിക്കണ്ടമ്മ. അതാണ് കോലായ്മയ്ക്കൊന്ന് വന്നാ മതി എത്തിയെന്ന് ഞാൻ വന്നില്ലേ? അപ്പൂസേ എന്തൊക്കെയാ പണിന്ന്? പറയുമ്പോഴേക്കും ഇവിടെ വേറെ പണിയെടുക്കുകയാണ്. ചെടിപ്പണിയാണ്. ഗാർഡൻ ടൂർ. നമ്മൾ മഴ പെയ്തിട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാത്തിനും വേറെ പുല്ലുകളാണ്. പച്ചപ്പുല്ല് മുളച്ചിട്ടുണ്ട്. നമ്മളടുത്ത് അപ്പുറത്തുള്ള ചെടിയൊക്കെ അവിടെ പോയിട്ടുണ്ട്. അടിപൊളിയൊക്കെ ഉണ്ടോ? ആ ഉള്ളത്തേക്ക് ഒന്ന് മാറ്റി കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയാണ്. ഇന്ന് നമുക്ക് നല്ല കാലാവസ്ഥയാണ്. ചീഞ്ഞ മഴയൊന്നുമില്ല. മഴ പെയ്താലും ഇല്ലല്ല, മഴ പെയ്താലും കുറ്റം, മഴ പെയ്തില്ലേലും കുറ്റമാണല്ലേ. അതിന് മേലെ എന്താണെന്നറിയോ, നമുക്ക് കിലോ കണക്കിനൊരു സാധനം നമ്മളെ വീട്ടിലുണ്ട്. കോവയ്ക്ക. ചിക്കു മരത്തുമ്മ കൂടെ കോവയ്ക്ക വള്ളി പടർന്നതാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് പറയാം നിറയെ കോവയ്ക്കാണ്. പക്ഷെ നമ്മൾ വിട്ടു നോക്കിയതുമ്പോൾ ഒന്നുമില്ല കരുതും. എടുത്ത് പോയിട്ട് നോക്കുമ്പോഴാണ് നിറയെ കായാണ്. മത്തംവള്ളി ഉണ്ട്, കുമ്പളവള്ളി ഉണ്ട്, എല്ലാതും ഉണ്ട് അതും കൂടെ പറഞ്ഞിട്ട്. അപ്പൊ ഈ കോവയ്ക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറിക്കേണ്ടിട്ട് ഇപ്പൊ എല്ലാവരും ഇതും വന്ന് മുറിച്ചൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. കായും കൊടുക്കലുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ കണ്ടു യൂട്യൂബിലേ കോവയ്ക്ക ഉപ്പിലിട്ടത് കണ്ടിട്ടുണ്ട്. നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിടൂലേ, അങ്ങനെ. അപ്പൊ കണ്ടപ്പോ ഇങ്ങനെ വായിൽ വെള്ളം വരും. അപ്പൊ അതുപോലെ ഒന്നും കൂടി ചെയ്യണം. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ സാധനം ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നമ്മള് നോക്കട്ടോ. അപ്പൂസിന് ഉച്ച കഴിയട്ടെ പറഞ്ഞ് തിന്നാണ്. ഉച്ച വരെ വളം വേണ്ട, വളം വേണ്ട. അപ്പൊ കുറച്ചിട്ടാ മതി കേട്ടോ. മതി മതി മതി. ഇതൊക്കെ നമുക്ക് സിംഗമ്മ തന്ന ചെടിയാണ് കേട്ടോ. ഈ ചെടീന്റെ പേരിക്ക് മറന്നുപോയി. അപ്പൊ ആ റോസ് പൂണ്ടാണ് ആ ചെടിയില്ലേ, അതാണ്. അപ്പൊ അത് വേറെ ചട്ടിയിലായിരുന്നു. ഓനോട് കൊണ്ടുപോകാൻ പറിച്ച് കൊണ്ടിട്ടുണ്ട്. കയ്യിലെടുത്ത് കണ്ട വേരൊക്കെ വന്നേന്നു. ഉഷാറായിരിക്കുന്നു. അല്ല ഇതിന് നല്ലോണം മണ്ണാക്കിയിട്ട് എവിടെ ഗാർഡൻ ടൂർ കാണിക്കാറുണ്ട്. അതിന് വരുന്നുള്ളൂ. ഒന്ന് രാത്രി ആയിട്ട് മുറ്റത്തുനിന്ന് കേറുള്ളൂ പറഞ്ഞിട്ടുണ്ട്. മതിയപ്പോ മതി മതി. ഇതിന്റെ പേരെന്താ? ഇതിന്റെതോ ഇതിക്കുന്നുണ്ടോ? അതിക്കുണ്ടോ? അയക്കാനുണ്ട്. അയക്കുന്നുണ്ട്. അതെ. ഇനിയിപ്പോ ഇതാണ് ഇതായത്. കലാത്തി നമ്മൾ ഇവിടെ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചോട്ടെ ശരി. നല്ല രസമുള്ള അതല്ല മുളക്കി 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 ഇതൊക്കെ കുഴിച്ചിട്ടോ ഇവിടൊക്കെ. ഇതൊരു വെറൈറ്റി കേട്ടോ. ഇതിന്റെ പേരെന്താ ശരി പറഞ്ഞത്? നമ്മളെ ഇവിടെ ആ കാട് പിടിച്ച പോലെ പുല്ല് ഒന്നായിട്ട് ഇവിടെ നിന്നില്ലേ, അത് ഞങ്ങൾ മാറ്റിയിട്ട് മൊത്തം കലാത്തിയ വേറെ ഉണ്ടായതാണ്. ഇതൊക്കെ ആകെ ഒറ്റ തയ്യേ വെച്ചുള്ളൂ. പക്ഷെ അതും വന്ന് പൊട്ടി മുളച്ച് വേറെ ഉണ്ടായതാണ് ഈ തൈകളൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടുന്ന് റോട്ടിൽ നിന്നൊക്കെ കാണുമ്പോ നല്ല ഭംഗിക്ക് പലതും കടന്ന ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വെച്ചു. ഇപ്പൊ ശരിക്കുണ്ടാവുമ്പോ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഈ പുല്ല് മറ്റേ പുല്ലുള്ള കാരണം ഇതൊന്നും കണ്ടേന്നില്ല. അത് എത്രക്കാ വളർന്നത് നോക്കി. ഇത് ഭംഗിണ്ടില്ലേ കാണാന്. മുളക് തയ്യാണ് അതിന്റെ ഇടയിൽ മുളക് കഴുകിയ വെള്ളം ഒഴിച്ചതാ കാരണം. അതിനങ്ങോട്ട് മുളക് കുറേ ഉണ്ടായതാണ്. നമുക്ക് ആവശ്യത്തിൽ ഏറെ പച്ചമുളകും കിട്ടി. അങ്ങനെ ഒരു കുരു കളയാതെ വെക്കൊണ്ട് നമുക്ക് കുറെ മുളക് കിട്ടാനായിട്ടാ. യൂട്യൂബർ ചേച്ചി ഇതെല്ലാം കാണിക്കാൻ പറഞ്ഞത്. എന്താ ഗാർഡൻ ടൂർ പറഞ്ഞിട്ട് കാണിക്കുന്നത്? അതാണ് വെരി വെരി.
ചെടിച്ചട്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മുളക് അരച്ചു കൊടുക്കാതാ. ചട്ടി കുറെ കാലുണ്ടല്ലോ. അത് നമുക്ക് സുർക്കിൽ തരട്ടെ. നോക്കി. കേട്ടോ നല്ല വന്നോളി കിലോ കണക്കിനുണ്ടാവും. ശരിയാ ഹെൽമെറ്റ് പോലും വെറുതെ ഇട്ടില്ലല്ലോ. ഹെൽമെറ്റും കൂടി വെറുതെ ഇട്ടില്ല. അതാണ് ഇവിടെ കൊറേ ചട്ടി വെറുതെ ഇറക്കണം. മൺചട്ടി ചെടിന്റെ അവിടെ അത് പോയി. നല്ല എരിവുണ്ട് കേട്ടോ മുളകിന്. പിന്നെ ഈ പറയും പോലെ ഗാർഡൻ ടൂർ അറിയാൻ മാത്രമൊന്നുമില്ല. എന്നാലും നമുക്ക് കിട്ടിയ കടലാസ് ചെടിയൊക്കെ കണ്ടില്ലേ? ഇടയ്ക്ക് ഇതുമ്പോ പൂട്ടത് റോസ് കളർ പൂവിട്ടിട്ടാ. നമ്മളെ താത്ത തന്നതാണേ. ഇതുമലിട്ടു. അതേപോലെ വെള്ളയും പൂവിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അതുമലും ഇടാനുണ്ട്. ഈ തലക്കിലുള്ള ഏലുമലും ഇടാനുണ്ട്. ഇതൊക്കെ പിന്നെ ഇതൊക്കെ പിന്നെ നമ്മളെ ഇതൊക്കെ എറണാകുളക്കാരാണ് കേട്ടോ. എറണാകുളമാണ് കുറെ. ഇതൊക്കെ എറണാകുളമാണ്. അതേപോലെ ഈ ജമന്തിമ മൊട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ചെടികളൊക്കെ ഇപ്പൊ നമ്മൾ അത്യാവശ്യം ആക്കിയിരുന്നു. നമുക്ക് ഏറെ പോകുക എന്താ പറയുക, പണ്ടേക്ക് പണ്ട് നമ്മൾക്ക് ചെടി ഏതാന്ന് പറയാ പത്തനിമുല്ലയുടെ നില നിൽക്കുക. അതാണ് പത്തനിമുല്ലയുടെ വലിയൊരു സംഭവം തന്നെ ഉണ്ട്. നോക്കി റോഡ് റെഡിയാക്കിയെന്ന് റോഡ് കോൺക്രീറ്റ് കഴിഞ്ഞോ? അടിപൊളിയല്ലേ? ഓരോ മാറ്റങ്ങളല്ലേ ഇപ്പം തന്നെ. അപ്പോൾ ഈ ഒക്കെ റോഡൊക്കെ ആയിട്ട് ടാറിങ് ചെയ്തു. ഇത് കോൺക്രീറ്റ് ഇന്ന് ചെയ്താണ്. ഇനി വണ്ടി നേരിട്ട് പോവാൻ കണക്ക് അല്ലേ? നേരിട്ട് പോവാൻ കണക്ക് വണ്ടി. തുടങ്ങട്ടെ. ഇതന്നെ കടലാസ് പൂവിന്റെ ഒരു വെള്ളം ഉണ്ട് പറഞ്ഞില്ലേ? അതാണിത് വെള്ളം. മാർക്കളി പിന്നെ കുത്തരുത്. 10 മണിയാകുമ്പോഴേ വിരിയുള്ളൂ. പിന്നെ ഒരു ഇങ്ങനെ ഒരു വാടല്ലേ. ഇപ്പൊ 10:30ക്കല്ല ഭംഗിയല്ലാത്ത പോലെ പൂക്കളായിട്ട്. പിന്നെ ഇതാണ് നമ്മളെ ഇതൊക്കെ ഞാൻ ഇപ്പൊ വെച്ചതാണ് കേട്ടോ. മഴ പെയ്തപ്പോ വെച്ചതാ. അതൊക്കെ എന്തപ്പോ ഇത് വെട്ടണ്ടേ? ഒപ്പാക്കണ്ടേ? ഇതൊന്നും ഒപ്പാക്കണ്ടേ? ഒപ്പാക്കി വെട്ടണം. പിന്നെ അത് ഒന്ന് കുത്തി കൊടുക്കണം. എവിടെ ഗാർഡൻ പണി പറഞ്ഞിട്ട് കാറണമലൊക്കെ എന്തൊക്കെ കാട്ടിട്ട് ഷീറ്റ് ഒഴിവാക്കിടണം. എന്നോട് അനിയും ചോദിച്ചു വറകട്ടിയാണെന്ന്. ഇവിടെ ഉണ്ടല്ലോ ചെടി ശരിച്ച. ഇവിടെ ഉണ്ട് ചെടി. ഇതും റെഡി അടിപൊളി ഉണ്ടല്ലോ. ഇത് അങ്ങോട്ട് വെക്കണം. എന്നാല് രസമുണ്ടല്ലോ പൂ. എന്ന് വിരിയൂട്ടോ. എന്ന് 2 പൂവെങ്കിലും വിരിയും. എല്ലാരും നോക്കാനും കാണാൻ വേണ്ടിട്ടും കൂടിയാണ് ഇവിടെ വെച്ചത്. എന്നാ കാണാൻ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമല്ലോ. അമ്പലിനെ മൊട്ട് പറഞ്ഞു. അതിലുണ്ട് നമുക്കൊരു ചെടി വേറെ മോഡല്. ഇത് തിരക്കി ഇതിലിടണ്ട അല്ലേ? കുറച്ചുകൂടി ഇങ്ങനെ വലുതാണ്. അടിപൊളി. ഇതിനോട്ട് മീനുകള് രസമുള്ളതാണ്. കൊപ്പിയിലൊക്കെ ചെടി ഉണ്ട്. ഓരോ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് ഇതിലൊക്കെ. രസം കാണാൻ നല്ല രസമുണ്ട്. ചെമ്പരത്തിയാണത്. നമുക്ക് ഇവിടെ വെക്കാം. ഞാൻ കത്രിക എടുത്തേന്നു. അപ്പൊ ഇവിടെ ഒരു ഒഴിവായില്ല. അപ്പൊ ഏത് അത് വറക്കാനായില്ലേ? വന്നോണ്ട് കിട്ടാനായില്ലേ? പൊട്ടിച്ച വേറുണ്ടോ? വേറൊക്കെ ഉണ്ട്. എന്താണ് പപ്പൂസ? കറുത്ത് വലുതായിട്ടുണ്ട്. നല്ല വലുപ്പമായിട്ട് കേട്ടോ. ഒക്കെ വലുതോ കൈമല് പഴുത്തിട്ട് കാണിച്ചു തരാം നമുക്ക്. ഇതൊക്കെ ഇതിപ്പോ 2 വിലമില്ല. അവിടത്തേക്കുണ്ടല്ലോ. പുണ്ണ് മാറിക്കോളും. ചെടിച്ചട്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചെടിയൊക്കെ ഒക്കെ എടുത്തോ. കുറെ ചട്ടിയുടെ കിടക്കുന്നുണ്ട്. മണ്ണൊക്കെ കുടഞ്ഞല്ലോ അവിടെ. കൊണ്ട നല്ലതാണ് ജിമ്മിന്. പിന്നെ അമ്മയ്ക്കും കൊടുക്ക്. ചക്ക ഉണ്ട് കേട്ടോ ഇവിടെ. ഈച്ചേന്റെ ടൈമാ. അവിടെ ഇട്ട് നോക്കിയല്ലോ. അടിപൊളിയാ. ചെടിയിൽ നമ്മള് വാസനോട് കൊടുക്കുന്ന ചെടി വെച്ചിരുന്നു. പക്ഷെ
കുഴിച്ചിട്ടല്ല ഇട്ടതല്ല ഉണ്ടായത്. ആ മണ്ണിലുണ്ടായിരുന്നു ഹാങ്ങിങ് വേറെ. അതാണ് ഉണ്ടായത്. അതിലൊക്കെ ഹാങ്ങിങ് വേറെ ഉണ്ടായത്. ഇനി പോകുമ്പോ കൊണ്ടുവരണം. പിന്നെ നമ്മളെ കലാത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാതും പൂവിട്ടു. ഇതാണ് ഇതിന്റെ പൂവ്. ഇനിയിപ്പോ ഇതൊന്നും ഉണ്ടാവുമോന്ന് ആരും കമന്റ് ചെയ്യണം കേട്ടോ. എന്താണോ ഇതാണ് ഭയങ്കര ബലാണ്. അല്ലാതെ തന്നെ കുറെ മരണം തന്നെ കിളിർത്ത് വേറെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വേണം വയ്ക്കാം. പക്ഷെ തിരിച്ചൊക്കെ ഭയങ്കര പാടാ. അടിക്കായിട്ട് ഞങ്ങൾ 3 മെനക്കെട്ടിട്ടൊക്കെയാണ് മണ്ണിന്ന് പൊന്തിച്ചെടുത്തത് അപ്പുറത്ത്. അതുപോലൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ നല്ല ഉയർന്നു പോകുമ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിക്കണേ. അമ്മമ്മ കേട്ടോ എന്റെ കൈ മണ്ണാ ആരും പോലെ അടച്ചടാ കാമേത്തേക്ക് എവിടെടാ. ഇനി ഇതെന്താണ് ഇതിനൊക്കെ വളം പെടണ്ടെന്ന്. ഇതിന് വളം പെടണ്ടേ? ഇപ്പൊ കുറച്ചു നേരം പണിയുണ്ട്. എനിക്ക് അതിന് വളം പെടാണ്ട്, പിന്നെ അതിന് വളം പെടാണ്ട്. ഇതെങ്ങോട്ടാ കൊണ്ടുപോണ? അപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോണേ? അതാ മണ്ണ് പോണേ. മണ്ണില്ലാത്ത പോലല്ലേ മണ്ണ് പോണ് അല്ലറ. അമ്മേന്റെ കൂട്ടം പറഞ്ഞ് ക്യൂരവേദനയാണ്. എന്താന്നറിയില്ല. ഇനി ആ റോസ് നോക്കിയ സാധനം പോയി. ചെടി നീക്കുന്ന സാധനം കാണാനില്ല. കുട്ടി എന്താ ഈ പറഞ്ഞ കേക്കാത്ത? ഞാൻ പറിച്ചിട്ടാണേ പാത്രത്തേക്ക് എടുക്കണം. ഞാൻ ഇത് പുല്ല് കൊറേ അവിടെ ഉണ്ടായിട്ടുണ്ടേ. അന്ന് ബഷീറിന്റെ ഒന്ന് കൊണ്ടുവന്നിട്ട് നമ്മള് കുറച്ച് കൊണ്ടുവന്നിട്ട് അത് വെച്ചത്. അപ്പൊ അതാകെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ വെച്ചൊരു ഭംഗിയല്ലേ. അല്ല പുസയ്ക്ക് അവിടെ ഇതാക്കണ്ട, അവിടേക്ക് വരില്ല കേട്ടോ. വളമിടണ്ടേ? അയിമല് കുറച്ച് വളമിടണം. ഇനി അതൊക്കെ വെക്കണേ. അതെ അതിലേക്കണേ. ഈ ചട്ടി 1 2 കൊറേ ചട്ടി അതിലിടല്ലേ? ചട്ടി കുറെ ഒഴിവിലൊക്കെ നമുക്ക് ഓരോ സാധനം വെക്കണം. ചെടി മേടിച്ചിട്ട് നമുക്ക് ചെയ്യാം. ചീത്തറില്ല തുടങ്ങിട്ടമ്മ. ഫ്രിഡ്ജല്ലേ ഗാർഡൻ ടൂർ ഗാർഡൻ പണി പറഞ്ഞിട്ട് ഇറങ്ങി. ഫസ്റ്റ് എന്താ ഇപ്പൊ ഞാൻ വലുതിൽ എന്താണ് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ കട്ട് ചെയ്ത് കാണിക്കാം. നമ്മളെ വീഡിയോ വെറുതെ ലെങ്തായി കൊണ്ടോണ്ട. പറഞ്ഞ പണിയല്ല എടുക്കണത്. അതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തേലും ഒന്ന് ആക്കി വെക്കട്ടെ വൈകുന്നേരം ആകുമ്പോഴേക്കിനെ. അപ്പൊ നമ്മളെ വീഡിയോ ലെങ്താ വേണ്ട വെറുതെ അല്ലേ. എല്ലാരും ബോറടിപ്പിക്കില്ല. കുറച്ച് കോവയ്ക്കൊക്കെ പറിക്കാണ്ട്. അപ്പൊ അതൊക്കെ ഇന്നത്തെ പണികള് ഞങ്ങൾക്ക്. അമ്മ ഇവിടെ തന്നെ വന്നിരുന്നാല് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരാനാണേ. കൂടുതൽ ആ കൃഷി നേരെയൊക്കെയാണ് അമ്മക്ക്. ചെടിയോടല്ല കേട്ടോ താല്പര്യം. ചെടി വെക്കിട്ട് കാര്യമില്ലല്ലോ. അതെന്താ പറയാ, മുളകിന്റെ മറ്റത്തെ ഇതൊക്കെ പുല്ലൊക്കെ ഒന്ന് പച്ചങ്ങ പിന്നെ ഒരു നുള്ളു വാടൊക്കെ ഇട്ടുങ്ങാണ്ട് മണ്ണിട്ടാ. നാളെ കാണാട്ടോ. അതൊക്കെ ചെടിച്ചട്ടി എങ്ങനെ ഉണ്ട്? സൂപ്പറല്ലേ? പാത്രം ഒന്ന് കഴുകണം കേട്ടോ, മണ്ണായിട്ട്. വേണ്ട. അപ്പൊ നാളെ കാണാട്ടോ. ബൈ.